നമസ്കാരം, മലയാളം വീഡിയോസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇൻസ്റ്റന്റ് ആയിട്ടൊരു നെയ്യപ്പം ഉണ്ടാക്കലാണ്. വിഷുവൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും വീട്ടിൽ നെയ്യപ്പം ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ പറ്റുന്ന ഒരു വഴിയാണ് പറയുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കാൻ പറ്റും. അത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു അര കപ്പ് അരിപ്പൊടി, പത്തിരിപ്പൊടി, വീട്ടിൽ വറുത്ത് വെച്ചിട്ടുള്ള പത്തിരിപ്പൊടി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അര കപ്പ് അരിപ്പൊടി, പിന്നെ ഒരു 1/4 കപ്പ് മൈദ, പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ റവ. അപ്പോൾ ഈ 3 പൊടികളും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടെടുക്കാം. ഇനിയിപ്പോൾ കുട്ടികൾക്ക് തേങ്ങാക്കൊത്ത് കടിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ, ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് പറ്റായി ഉണ്ടെങ്കിൽ വളരെ കുറച്ച് അളവിൽ തേങ്ങാക്കൊത്ത് ഇട്ടാൽ മതി. അപ്പോൾ ഇത് 3ഉം കൂടെ ആഡ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു ഒന്നേകാൽ കഷ്ണം ശർക്കര ഇട്ടിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ശർക്കരയുടെ അളവ് നിങ്ങൾ വേണമെങ്കിൽ കൂട്ടിക്കുക. രണ്ട് ശർക്കര ആക്കിയാലും കുറച്ചുകൂടെ മധുരം കൂടി കിട്ടും. ഒരു ചെറിയൊരു മധുരം മതിയെങ്കിൽ ഒരു കഷ്ണം മാത്രം എടുത്താൽ മതി. അപ്പോൾ ആ തിളപ്പിച്ചെടുക്കുക. ലായനി തിളപ്പിച്ചെടുത്തതിന് ശേഷം ആ തിളപ്പിച്ച ലായനി നമുക്ക് ഈ പൊടിയിലേക്ക് 3 സാധനങ്ങൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പൊടിയിലേക്ക് അതേ ചൂടോടെ തിളച്ചതോടെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായത് കാണാം. അപ്പോൾ നമ്മളത് ഒന്നുകൂടെ അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ കട്ടകൾ കാണുന്നത് ഇതിലുള്ള ഈ തേങ്ങാക്കൊത്തുകൾ ഉണ്ടാകും. പിന്നെ അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ അപ്പക്കാരം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് വെച്ചേക്കൊന്നും വേണ്ട, അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. ഈ 3 പൊടികൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാക്കുക. കുറച്ച് എണ്ണ മതി. ഈ ഒരപ്പം മുങ്ങാൻ മാത്രത്തിലുള്ള എണ്ണ മതി. എന്നിട്ട് നമുക്ക് ഒരു തവയിൽ അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒരു നെയ്യപ്പം ഇങ്ങനെ ഒഴിച്ച് നമ്മൾ സാധാരണ നെയ്യപ്പം ചുടുന്ന പോലെ തന്നെ ചുട്ടെടുക്കാൻ പറ്റും. അതായത് മാവ് ആദ്യം അരച്ച് വെക്കുകയും വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയും അതിനൊന്നും ആവശ്യമില്ല. ഇൻസ്റ്റൻ്റായിട്ട് നെയ്യപ്പത്തിൻ്റെ അതേപോലെയുള്ള നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കാനുള്ളൊരു വഴിയാണിത്. ഇങ്ങനെ നമുക്ക് നെയ്യപ്പം നന്നായിട്ട് ചുട്ടെടുക്കാതെ പൊങ്ങി വരും.